രണ്ടിലും ഇഷ്ടപ്പെട്ട സംഭവം എന്ന് പറയാനായിട്ട് ഹായ് ഗായ്സ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പെണ്ണുങ്ങൾ ഫേസിൽ ഒരുപാട് സംഭവങ്ങൾ ചെയ്യാറുണ്ട് അല്ലേ? ഫേസ് വാഷ്, ഫേസ് ക്രീം, ഫേസ് പാക്ക്, സിറം, അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാറുണ്ട്. പക്ഷെ ഇപ്പോഴും ചില ആൾക്കാരുണ്ട് ഫേസിൽ മാത്രം ഇങ്ങനെ ഫോക്കസ് ചെയ്തിട്ട് നടക്കുന്നവരുണ്ട്. ഈ കഴുത്തിൻ്റെ അടിയിൽ നിന്ന് ഒരു കാര്യം ചെയ്യാറില്ല. ഈവൻ പെഡിക്യൂർ, മെനിക്യൂർ അങ്ങനത്തെ സംഭവങ്ങൾ. സാധാരണ ഒരു നാട്ടുചൊല്ലില്ലേ, പെണ്ണുങ്ങളുടെ കാല് കണ്ട അറിയാം വീടിൻ്റെ ഭംഗിയും ആളുടെ വൃത്തി എന്ന് പറയണത്. അപ്പോൾ അതേ സത്യം തന്നെയാണ്. നമ്മൾ സാധാരണ ഫേസ് മാത്രമല്ല, നമ്മുടെ ഫേസ് കൂടാണ്ട് നമ്മുടെ ബോഡി, കൈയും കാലും എല്ലാ കാര്യത്തിലും നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ ശ്രദ്ധിച്ചാലും നമ്മളെ തന്നെ ശ്രദ്ധിച്ചാലും നമ്മൾ നമ്മുടെ മക്കളെയോ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനെയൊക്കെ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് സോപ്പ് എന്ന് പറയുമ്പോൾ നോർമൽ നമ്മൾ കുളിക്കുമ്പോൾ ഉപയോഗിക്കുന്ന സോപ്പ് എന്ന് പറയുമ്പോൾ ഒരുപാട് സോപ്പ് മാർക്കറ്റിൽ ഇറങ്ങിയിട്ടുണ്ട്. ഒരുപാട് കെമിക്കൽ ഉള്ളതും കെമിക്കൽ ഇല്ലാത്തതും അങ്ങനെ പലതരം സോപ്പുകൾ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ ഈ പ്രാവശ്യത്തെ കാണിക്കാൻ പോണ സോപ്പ് എന്ന് പറയുമ്പോൾ കുറച്ച് വ്യത്യസ്തമാണ് കേട്ടോ. ലോഷൻ സോപ്പ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന സോപ്പിനെ വിട്ടിട്ട് ഈ സോപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ സ്കിൻ ഡ്രൈ ആവാണ്ട് മോയ്സ്ചറൈസർ ചെയ്തിരിക്കാൻ പറ്റുന്ന ഒരു സോപ്പാണ്. അതിൻ്റെ ഒരു 2 റേഞ്ചിലുള്ളതാണ് എൻ്റെ കയ്യിലിരിക്കുന്നത് സോപ്പ്. അപ്പോൾ ഇത് ലോഷൻ സോപ്പാണ് മാമ എർത്ത് ബ്രാൻഡിൻ്റെ. മാമ എർത്ത് എന്ന് പറയുമ്പോൾ മാമ എർത്ത് ബ്രാൻഡ് തന്നെ നാച്ചുറലാണ്, കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള ബ്രാൻഡ്സിൽ ഒരു ബ്രാൻഡാണ്. അതും ഇന്ത്യൻ ബ്രാൻഡാണ് ഈ മാമ എർത്ത് ബ്രാൻഡിന്. ഇപ്പം ഈ സോപ്പിൻ്റെ ഒക്കെ വീഡിയോ ചെയ്യാനുണ്ടോ, ഇതിനെക്കുറിച്ചൊക്കെ എന്താ പറയുകയാണെന്ന് ചോദിച്ചാൽ പറയാൻ ഒരുപാടുണ്ട് കേട്ടോ. ഇത് വെറും സോപ്പല്ല, ലോഷൻ സോപ്പാണ്. ഇപ്പോൾ ലോഷൻ സോപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ സ്കിന്നിനെ എപ്പോഴും മോയ്സ്ചറൈസർ ചെയ്ത് വെക്കേണ്ട ഒരു സംഭവം എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ കുളിച്ച് കഴിഞ്ഞാൽ ലോഷൻ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അതിന് നമ്മളിങ്ങനത്തെ ടൈപ്പൊക്കെ ലോഷൻസ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ചില ആൾക്കാർക്കൊക്കെ ഇപ്പോഴും ഇത് അപ്ലൈ ചെയ്യാനായിട്ട് മടിയാണ്. പിന്നെ അതും തന്നെയല്ല, ഇതൊക്കെ എന്ന് പറയുമ്പോൾ നമുക്ക് കുളി കഴിഞ്ഞിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാനുള്ളതാണ് ഇങ്ങനത്തെ ടൈപ്പ് ലോഷൻസ്. കുളി കഴിഞ്ഞ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കൈയും കാലമൊക്കെ കഴുകി കഴിഞ്ഞാൽ പിന്നെയും ആ ഒരു ലോഷൻ ഒരു 4 to 5 hours ആണ് ലോക്കിങ് ടൈം എന്ന് പറയണത്. പിന്നെ നമ്മളിത് കുളി കഴിഞ്ഞിട്ടുള്ള സംഭവം. അപ്പോൾ കുളിക്കുമ്പോൾ ആ ഒരു സെയിം മോയ്സ്ചറൈസർ നമുക്ക് കിട്ടണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സോപ്പ് യൂസ് ചെയ്യണത് കേട്ടോ. അപ്പോൾ അധികം വാചകം അടിക്കുന്നില്ല. എന്താ സോപ്പ് എന്ന് പറയുമ്പോൾ ഇത് ഇങ്ങനെ ഒരു പാക്കിങ്ങിലാണ് വരുന്നത്. ഇതിൽ ഇവർക്ക് 3 റേഞ്ച് വരുന്നുണ്ട്. മാമ എർത്തിൻ്റെ മോയ്സ്ചറൈസർ ലോഷനിൽ 3 റേഞ്ച് വരുന്നുണ്ട്. ഇപ്പോൾ ഇതെന്ന് പറയണത് ഉപ്ടൺ മോയ്സ്ചറൈസിങ് ലോഷൻ സോപ്പ്. പിന്നെ ഉള്ളത് വൈറ്റമിൻ സി മോയ്സ്ചറൈസർ ലോഷൻ സോപ്പ്. പിന്നെ ഇത് കൂടാണ്ട് ഇവർക്ക് മുൾത്താനി മിട്ടിയും കൂടി വരുന്നുണ്ട്. മുൾത്താനി മിട്ടി എന്ന് പറയുന്നത് നമുക്ക് ഓയിലി സ്കിൻകാർക്കാണ്. എൻ്റെ എന്ന് പറയുമ്പോൾ ഒരു നോർമൽ സ്കിന്നാണ്, അങ്ങനെ അങ്ങോട്ട് വല്ലാണ്ട് ഡ്രൈയും അല്ല, നോർമൽ സ്കിന്നാണ്. ഓയിലി സ്കിൻകാർക്കാണെങ്കിലാണ് മുൾത്താനി മിട്ടി ആ ഒരു റേഞ്ചിൽ മേടിക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ എനിക്ക് ആവശ്യമുള്ള സംഭവം ഇതാണ്. അപ്പോൾ ഇത് രണ്ടിൻ്റെയും എന്താണ് ഗുണങ്ങൾ, എന്താണ് സംഭവങ്ങൾ. ഇനിയിപ്പോൾ ഉപ്ടനെ കുറിച്ച് നമുക്ക് പറയാം. ഉപ്ടൺ നമ്മൾ ഫേസ് വാഷ് ഇതിന് മുന്നേ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള നല്ലൊരു റിസൾട്ടായിരുന്നു കേട്ടോ. അതിന് എനിക്കിപ്പോൾ ഈ മാമ എർത്തിൻ്റെ ഫേസ് വാഷിൽ വെച്ചിട്ടുള്ള ഏറ്റവും ഇഷ്ടപ്പെട്ട റേഞ്ച് എന്ന് ചോദിക്കുകയാണെങ്കിൽ അഫ്കോഴ്സ് കണ്ണടച്ചിട്ട് പറയും ഞാൻ ഉപ്ടൺ തന്നെയാണെന്നുള്ളത്. ഈ ഉപ്ടൺ എന്ന് പറഞ്ഞിട്ടുള്ള വാക്ക് എന്താണെന്നറിയോ? ഉപ്ടൺ എന്ന് പറയുന്നത് ഈ കല്യാണത്തിൻ്റെ തലേദിവസമൊക്കെ മഞ്ഞളും ചന്ദനമൊക്കെ നമ്മൾ യൂസ് ചെയ്യില്ലേ പെണ്ണുങ്ങൾക്ക്, ബ്രൈഡലും പെണ്ണുങ്ങൾക്ക് തന്നെയല്ല ആണുങ്ങൾക്കും. കല്യാണ ചെക്കനും പെണ്ണിനും തലേദിവസം നമുക്ക് ഹൽദി ചടങ്ങ് എന്നൊക്കെ പറയാം. അതിലാണ് ഈ ഒരു മഞ്ഞളും ചന്ദനമൊക്കെ നമ്മൾ മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഈ കല്യാണ ചെക്കനും പെണ്ണിൻ്റെ ഫേസിൽ അപ്ലൈ ചെയ്യുക. അതിനാണ് ഈ ഉപ്ടൺ എന്ന് പറയുന്നത്. പണ്ട് കാലത്ത് എന്നൊക്കെ പറയുമ്പോൾ ഇത് സർവ്വസാധാരണയായിരുന്നു. നമുക്ക് ഒരു ഫങ്ഷൻസ് വന്നാൽ അപ്പം ഇത് അപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ കല്യാണ പെണ്ണിനും ചെക്കനും, അല്ലെങ്കിൽ നമ്മൾ അത് കാരണം വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ആണല്ലോ ഈ ഒരു ടർമറിക്കും അതുപോലെ സാൻഡൽവുഡ് എന്ന് പറയുന്നത്, മഞ്ഞളും ചന്ദനവും. ഇത് രണ്ടും വീട്ടിൽ നമുക്ക് കിട്ടുന്ന ഒരു ഐറ്റംസാണ്. അതിനെ മിക്സ് ചെയ്യണതിനാണ് പറയണത് ഉപ്ടൺ എന്ന് പറയണ ഒരു സംഭവം. ആ ഒരു ഫംഗ്ഷനും എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ നമ്മൾ നമ്മുടെ ബോഡിയിൽ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിൻ്റെ ടെസ്റ്റും അതുപോലെ മോയ്സ്ചറൈസറും അതുപോലെ എന്തെങ്കിലും ഫംഗസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ബാക്ടീരിയ അതൊക്കെ ഒന്ന് ഇത് റിപ്പയർ ചെയ്ത് പോകാനുള്ള സംഭവമാണ് ഈ ഒരു ടർമറിക് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും നമുക്ക് വീട്ടിൽ സുലഭമായിട്ട് കിട്ടുന്നത്. പണ്ട് കാലത്തൊക്കെ ആണെങ്കിൽ വീട്ടിലുള്ളത് നമ്മൾ വീട്ടിലിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇത് എടുത്ത് അപ്ലൈ ചെയ്താൽ മതി. പക്ഷേ ഇന്ന് കാലത്ത് അത് പറ്റില്ലല്ലോ. ഇന്നെന്ന് പറയുമ്പോൾ സമയമില്ല, നമ്മൾ എപ്പോഴും ബിസി ലൈഫാണ്. നമ്മൾ പണ്ടെന്നൊക്കെ
എന്നൊക്കെ പറയുമ്പോൾ ഹസ്ബൻഡ് എന്ന് വെച്ചാൽ ഭാര്യ ഭർത്താവിൽ ഭർത്താക്കന്മാർ ജോലിക്ക് പോകാൻ ഭാര്യ വീട്ടിലിരിക്കുക അങ്ങനത്തെ സിറ്റുവേഷൻ ആയിരുന്നു. പക്ഷെ ഇന്നെന്ന് പറയുമ്പോൾ രണ്ടാൾക്കാരും ജോലിക്ക് പോകാണ്ട് ഒരു കാര്യവും നടക്കില്ല. അപ്പോൾ സമയമില്ല. അങ്ങനെ ആണ് ഈ ഒരു സെയിം നാച്ചുറൽ ആയിട്ടുള്ള ഈ ഒരു ഉപ്ടൺ നമുക്ക് ഈ ഒരു സോപ്പിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിലും സെയിം ഇൻഗ്രീഡിയൻസ് തന്നെയാണ് വരുന്നത്. ടർമറിക് ആൻഡ് സാൻഡൽ വുഡ്. ടർമറിക് എന്ന് പറയുമ്പോൾ നമ്മുടെ സ്കിന്നിൽ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഗ്ലോ തരുന്നുണ്ട്. അതുപോലെ തന്നെ സാൻഡൽവുഡും അത് തന്നെയാണ് നന്നായി സ്മൂത്ത് ചെയ്യും, നമ്മുടെ സ്കിന്നിനൊക്കെ നന്നായി സ്മൂത്ത് ചെയ്യും. പിന്നെ ടർമറിക്കിൻ്റെ മെയിൻ ഗുണം എന്ന് പറഞ്ഞാൽ ഇതൊരു ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിൽ നിന്ന് വരുന്ന ഡെഡ് സെൽസ് ഒക്കെ റിമൂവ് ചെയ്ത് അതിൽ ഫംഗസ് ഒക്കെ റിമൂവ് ചെയ്ത് അങ്ങനെ പല 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 ഗുണം. ഇതൊക്കെ പറയേണ്ട ആവശ്യമില്ല. ടർമറിക്കും അതുപോലെ ചന്ദനത്തിൻ്റെ ഗുണങ്ങൾ. അപ്പോൾ അതാണ് ഇതിൽ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. ഇനിയിപ്പോൾ ഈ സോപ്പിൻ്റെ ഇത്ര വലിയ സോപ്പാണോ? അല്ല കേട്ടോ, ഇത് 4 എണ്ണത്തിൻ്റെ ഒരു പാക്കാണ് വരുന്നത്. ഇത് സിംഗിൾ ഒരു ഇങ്ങനെ ഒരു പാക്കായിട്ട് കഴിഞ്ഞാൽ നമുക്ക് മേടിക്കാൻ പറ്റാം. ഒരൊറ്റ സോപ്പായിട്ട് നമുക്ക് കിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ 4 എണ്ണത്തിൻ്റെ സോപ്പാണ് വരുന്നത്. ഇതിൽ ഇതാ ഫോർ ടാൻ റിമൂവൽ അതാണ് എനിക്ക് മെയിൻ ഇതിൽ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ തോന്നി. കാരണം ഇതിന് മുന്നും ഞാൻ ഇവരുടെ ഉപ്ടൺ റേഞ്ചിലുള്ള ഫേസ് വാഷും ഫേസ് പാക്കും യൂസ് ചെയ്തിട്ടുണ്ട്. അത് കൂടാണ്ട് ഇവരുടെ സെയിം ഈ ഒരു ഉപ്ടൺ റേഞ്ചിലുള്ള ബോഡി ലോഷനും ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ സ്മെല്ലും അതുപോലെ ഇതിൻ്റെ ആ ഒരു വർക്കിംഗ് അതിൻ്റെ ഒരു എന്താ പറയുക, നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഒരു റിസൾട്ടില്ലേ നമുക്ക് അതുകൊണ്ടാണ് എനിക്ക് ഉപ്ടൺ ഭയങ്കരമായിട്ട് ഇഷ്ടം എന്ന് പറഞ്ഞാൽ. അപ്പോൾ സോപ്പ് വന്നപ്പോൾ ഞാൻ അടിപൊളിയായി സംഭവം, കുശാലായി. അപ്പോൾ കുളിക്കുമ്പോഴും മോയ്സ്ചറൈസർ, അത് കഴിഞ്ഞിട്ടും നമുക്ക് മോയ്സ്ചറൈസർ ലോഷൻ നമുക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ അത് കഴിഞ്ഞ് ഫേസിലേക്കാണെങ്കിൽ നമുക്ക് ഫേസ് വാഷ്, ഇപ്പോൾ ഫേസ് വാഷ് ഒന്നും വേണമെന്നില്ല കേട്ടോ, ഇതന്നെ നമുക്ക് ഫേസിലും ബോഡിക്ക് എല്ലായിടത്തും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ബോഡി എന്ന് പറയണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ പാക്കിങ്ങിനെ കുറിച്ച് നമുക്ക് നോക്കാം. പാക്കിംഗ് വരുന്നത് കാർഡ്ബോർഡിൻ്റെ ചെറിയൊരു പാക്കിലാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലത്തെ പാക്ക് നോക്കുക. അതിന് മുന്നേതാ വാല്യൂ പാക്ക് ഫോർ 4 വാല്യൂ പാക്ക് ഫോർ 4 എന്ന് വെച്ചാൽ 4 എണ്ണത്തിൻ്റെ ഒരു ഇതാണ് വരുന്നത്. അതിൽ ഇതെല്ലാത്തിനും കൂടിയിട്ട് 125 ഗ്രാമാണ് വരുന്നത് 4 എണ്ണത്തിന് കേട്ടോ. പിന്നെ ഇത് ടെർമറിക് അതിന് നാച്ചുറലും ആണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് എന്ന് വെച്ചാൽ ടെർമറിക്കും അതുപോലെ തന്നെ സാൻഡൽ വുഡ്, മഞ്ഞളും ചന്ദനം, ഇതാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ്. ഇത് കൂടാണ്ട് വേറെ ഒരുപാട് ഇൻഗ്രീഡിയൻസും ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ആ ആഡ് ചെയ്ത ഇൻഗ്രീഡിയൻസ് ഇതിൽ ബാക്കിലുണ്ട് കേട്ടോ. നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് ഇട്ടിട്ടോ അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് നോക്കി വായിക്കാവുന്നതാണ് കേട്ടോ. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഉണ്ട്, എല്ലാതും വായിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്. 4 എണ്ണത്തിൻ്റെ ടാൻ റിമൂവ് ചെയ്യാനുള്ള സോപ്പ് നമുക്ക് ഓപ്പൺ ചെയ്യാം. ഇതിൻ്റെ എങ്ങനെയാണ് ഉള്ളിലത്തെ പാക്കിംഗ് വരുന്നത്. ഓഫ്കോഴ്സ് ടെർമറിക് ഉള്ളതുകൊണ്ട് തന്നെ ഒരു ചെറിയ യെല്ലോയിഷ് ഷെയ്ഡ് ഉണ്ടാവും. ഇത് 4 എണ്ണത്തിൻ്റെ ഒരു പാക്കാണ്. 4 എണ്ണത്തിൻ്റെ ഒരു പാക്കാണ് വരുന്നത്. ഇപ്പം എൻ്റെ കയ്യിൽ 3 എണ്ണം ഉള്ളൂ, കാരണം ഒരെണ്ണം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ റിവ്യൂ പറയണ്ടേ. ഇതാ ഇങ്ങനെ ഒരു പാക്കിങ്ങിലാണ് വരുന്നത്, മാമാ എർത്തിൻ്റെ ഒരു പാക്കിങ്ങിൽ. പിന്നെ ഇതിൻ്റെ കളർ ഷെയ്ഡ് നോക്കുകയാണെങ്കിൽ ചെറിയൊരു യെല്ലോയിഷ് ഷെയ്ഡ്. എനിക്ക് ഇതിൻ്റെ സ്മെല്ല് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഒരു മഞ്ഞളും ചന്ദൻ്റെ ശരിക്കും ഉപ്ടൺ ഫേസ് വാഷ് യൂസ് ചെയ്തോട്ടുണ്ടെങ്കിൽ അവർ ആ സെയിം സ്മെല്ല് തന്നെയാണ് കേട്ടോ, ഒരു മാറ്റമില്ല. ആ സെയിം സ്മെല്ല് തന്നെ നമുക്ക് ഈ ഒരു ലോഷനിലും സെയിം സ്മെല്ല് തന്നെയാണ് വരുന്നത്. ഇതിൻ്റെയും കളർ സെയിം ആ ഒരു യെല്ലോയിഷ് ഷെയ്ഡിലാണ് വരുന്നത്. അപ്പോൾ 125 ഗ്രാമാണ് 4 എണ്ണത്തിൻ്റെ ഒരു സെറ്റായിട്ട് വരുന്നത്. പിന്നെ ഇതിൻ്റെ ഷെൽഫ് ലൈൻ നോക്കുകയാണെങ്കിൽ 36 മന്താണ് ഷെൽഫ് ലൈൻ പറയുന്നത്. അതുകൂടാണ്ട് ഇതാ ഇവിടെ എഴുതിയിട്ടുണ്ട്, ഇവിടെ സിംഗിൾ പീസായിട്ട് കിട്ടില്ല എന്നുള്ളത്. മേടിക്കുകയാണെങ്കിൽ ഇത് ഫുൾ ഒരൊറ്റ പാക്കായിട്ട് തന്നെ മേടിക്കണം. ഇനി ഇതിൻ്റെ റേറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ റേറ്റ് പിന്നെ പറഞ്ഞല്ലോ നമുക്കിതൊന്ന് യൂസ് ചെയ്ത് നോക്കിയിട്ട്. അപ്പോൾ ഇത് യൂസ് ചെയ്ത് നോക്കാനായിട്ട് സാധാരണ ഒരു സോപ്പ് തന്നെ കാണുമ്പോൾ തന്നെ സ്മെല്ല് ഉപ്ടൻ്റെ സ്മെല്ലാണ് വരുന്നത്. ഇത് അപ്ലൈ ചെയ്യുമ്പോൾ ചെറിയ ഒരു ലെയറൊക്കെ കൊടുക്കണം. എന്ന് വെച്ചാൽ വലിയ ഇങ്ങനെ സോപ്പിൻ്റെ പത പോലെയല്ല, നമുക്ക് ഫേസ് വാഷൊക്കെ അപ്ലൈ ചെയ്യില്ല, വലിയ ഫോമിങ് കൊടുക്കാത്ത വിധത്തിൽ ആ ഒരു ലോഷൻ്റെ ആ ഒരു രീതിയിലാണ് കേട്ടോ നമുക്ക് അപ്ലൈ ചെയ്യുമ്പോൾ വരുന്നത്. നന്നായിട്ട് ഒന്ന് മസാജ് ചെയ്തെടുക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ടാൻ റിമൂവ് ചെയ്യാനായിട്ട്, ടാൻ ഉള്ളവരൊക്കെ ബോഡി ഉള്ളവരൊക്കെ ആണെങ്കിൽ നമ്മൾ പല
പലതരം കാര്യങ്ങളൊക്കെ നമ്മുടെ ബോഡിയിൽ യൂസ് ചെയ്യാറ്. പക്ഷേ ഈ ഒരു സോപ്പ് യൂസ് ചെയ്ത് ഒരൊറ്റ ഇതിൽ നമുക്ക് റിസൾട്ട് കിട്ടില്ല കേട്ടോ പെട്ടെന്ന്. എന്നുവെച്ചാൽ ഒരു 2 തവണ യൂസ് ചെയ്യണം, 3 തവണ യൂസ് ചെയ്യുമ്പോഴേക്കും തന്നെ ആ ഒരു സ്കിന്നിൻ്റെ ടെക്സ്ചർ നമുക്ക് മാറി വരുന്നത് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ ടാൻ റിമൂവ് ആയി പോണതും അതുപോലെ ആ ഷെയ്ഡ് ഒന്ന് ഫെയ്ഡ് ഔട്ട് ആവണതും ആ ടാൻ തന്നെ റിമൂവ് ആയി കഴിഞ്ഞാൽ നമ്മുടെ ഒറിജിനൽ സ്കിന്ന് തന്നെ കിട്ടുമ്പോൾ തന്നെ നമുക്ക് സന്തോഷമായില്ലേ. അത് നന്നായിട്ട് ഇങ്ങനെ മോയ്സ്ചറൈസർ തരുന്നൊരു സംഭവമാണ് കേട്ടോ ഈ ഒരു സോപ്പ് എന്ന് പറയുമ്പോൾ. എൻ്റെ ഭാഗത്തുനിന്ന് എനിക്ക് ഭയങ്കര ഹൈലി റെക്കമെൻഡാണ്. ഉപ്ടൻ്റെ കാര്യമാണ് കേട്ടോ പറഞ്ഞത്. ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു സംഭവമാണ്. ഇവർ ഈ മാമാ എർത്തിൻ്റെ ഓൾ റേഞ്ചിൽ എനിക്കിഷ്ടമുള്ള സംഭവമാണ്. പിന്നെ ഇത് എവിടെയൊക്കെ കിട്ടും, എങ്ങനെയൊക്കെ മേടിക്കാം എന്നാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് സ്വന്തമായിട്ടുള്ള വെബ്സൈറ്റ് ഉണ്ട്. മാമാ എർത്തിൻ്റെ വെബ്സൈറ്റ് ഉണ്ട്. അത് കൂടാണ്ട് ഇവർക്ക് സ്വന്തമായിട്ടുള്ള ആപ്പ് ഉണ്ട്. ഇത് കൂടാണ്ട് നമുക്ക് ആമസോൺ, ഫ്ലിപ്കാർട്ട്, നൈക്ക, പേർപ്പിൾ അങ്ങനെ പല സൈറ്റിലും ഓൺലൈൻ സൈറ്റിലും അവൈലബിൾ ആണ്. ഇത് കൂടാണ്ട് നമ്മുടെ അടുത്തുള്ള സ്റ്റോറിലും ഇത് അവൈലബിൾ ആണ് കേട്ടോ. ഇപ്പോൾ അടുത്തുള്ള സ്റ്റോർ എന്ന് പറഞ്ഞാൽ മാമാ എർത്തിൻ്റെ തന്നെ സ്റ്റോർ തന്നെ ഓപ്പൺ ആയിട്ടുണ്ട് കേട്ടോ, വലിയ മോഡലൊക്കെ. ഇത് കൂടാണ്ട് നോർമലായിട്ടുള്ള നമുക്ക് ചില സ്ഥലത്തൊക്കെ മെഡിക്കൽ ഷോപ്പിലോ അങ്ങനത്തെ ചെറിയ ഷോപ്പിലും ഇത് കിട്ടി തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ അവിടെയൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ സെയിം ഇതിൽ കാണിക്കുന്ന ഈ ഒരു MRP പ്രൈസിൽ ഈ ഒരു സെയിം പ്രൈസ് തന്നെ നമുക്ക് കൊടുക്കേണ്ടി വരും. അവർ ഡിസ്കൗണ്ട് കാര്യങ്ങളൊന്നും ചെയ്ത് തരില്ല നമുക്ക്. ഇതേ സെയിം കേസ് തന്നെ നമുക്ക് ഇപ്പോൾ ആമസോൺ ആയാലും ഫ്ലിപ്കാർട്ട് ആയാലും എല്ലാ സൈറ്റിൽ ഓൺലൈൻ സൈറ്റിൽ മേടിക്കുമ്പോൾ സെയിം MRP പ്രൈസ് തന്നെ കൊടുക്കേണ്ടി വരും. പക്ഷേ ഇതിൽ നമുക്ക് ഡിസ്കൗണ്ട് കിട്ടും. അതും 20% ഡിസ്കൗണ്ട് കിട്ടും. കൂപ്പൺ കോഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ കൂപ്പൺ കോഡ് വേറെ ഒരു സ്ഥലത്തും യൂസ് ചെയ്യാൻ പറ്റില്ല. ആകെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത് മാമാ എർത്തിൻ്റെ വെബ്സൈറ്റും അതുപോലെ തന്നെ ഇവർക്ക് സ്വന്തമായിട്ടുള്ള ഒരു ആപ്പും ഉണ്ട്. ഈ 2 സ്ഥലത്ത് യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 20% നമുക്ക് ഡിസ്കൗണ്ട് കിട്ടും. അതും ഇത് മാത്രം മേടിക്കണം എന്നില്ല. മാമാ എർത്തിൻ്റെ ഏതൊരു പ്രോഡക്റ്റ് മേടിച്ചാലും ഇപ്പോൾ ഇത് വേണ്ട, നമുക്ക് ഫേസ് വാഷാണ് വേണ്ടതെന്ന് വെച്ചാൽ അത്, ഫേസിൽ മാസ്ക് വേണമെന്ന് വെച്ചാൽ അത്, ഇഷ്ടമുള്ളത് എന്ത് വേണമെങ്കിൽ. കാരണം വലിയവർക്ക് തന്നെയല്ല, ഇപ്പോൾ ഹെയറിനായാലും കുട്ടികൾക്കുള്ളതും ഒരുപാട് റേഞ്ചിൻ്റെ സംഭവങ്ങൾ ഇവർക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏത് പ്രോഡക്റ്റ് മേടിച്ചാലും അതിൽ 20% ഡിസ്കൗണ്ട് കിട്ടും. അപ്പോൾ ഈ കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്താൽ മതി. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ലിങ്ക് കൊടുക്കാം കേട്ടോ. മാമാ എർത്തിൻ്റെ ലിങ്കും അതുപോലെ ആപ്പിൻ്റെ ലിങ്കും കൊടുക്കാം. അപ്പോൾ വേണമെന്ന് വെച്ചാൽ അതിൽ കയറിയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് സെർച്ച് ചെയ്ത് എടുക്കണമെന്ന് വെച്ചാൽ അങ്ങനെയും സെർച്ച് ചെയ്യാം. അപ്പോൾ ഈ കൂപ്പൺ കോഡ് യൂസ് ചെയ്താൽ മതി. പിന്നെ ഇവർക്ക് ആമസോണിൽ ഇതിലൊക്കെ സൈറ്റിൽ ലിങ്ക് ഉണ്ട്, അതും വേണമെങ്കിൽ കൊടുക്കാം. പക്ഷെ അതിലൊന്നും ഡിസ്കൗണ്ട് കിട്ടില്ല കേട്ടോ. അതിൽ സെയിം റേറ്റ് തന്നെ കൊടുക്കേണ്ടി വരും. പിന്നെ ഇവരുടെ മെയിൻ എയിം എന്ന് പറയുമ്പോൾ 2025 അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്യുകയാണെങ്കിൽ തന്നെ ഇതൊരു പ്ലാന്റ് ഇനീഷ്യേറ്റീവ് ആണ്. അത് കൂടാണ്ട് ഇപ്പം ഇത് പ്ലാസ്റ്റിക് ഇതിലൊന്നും തന്നെ ഇല്ല. ഇപ്പം ഈ ഒരു സംഭവത്തിൽ മാത്രമാണ് നമുക്ക് പ്ലാസ്റ്റിക് കാണുന്നത്. അതും റീസൈക്കിൾ ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ ഇവർ പ്രൊഡക്ഷൻ ചെയ്യണ അത് റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്ന പ്ലാസ്റ്റിക് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ആൾക്കാർക്ക് ഹാംഫുൾ ആവുന്ന സംഭവത്തിലുള്ള ഒരു കാര്യത്തിനും ഇവർ നിൽക്കാറില്ല കേട്ടോ. പിന്നെ ഇതൊരു ഇന്ത്യൻ ബ്രാൻഡും കൂടിയാണ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഉപ്ടൺ ആണ്. ഉപ്ടൺ കൂടാണ്ട് വൈറ്റമിൻ C റേഞ്ചിലും വരുന്നുണ്ട്. അതും കൂടി ഒന്ന് കാണിക്കാം. ആ ഉപ്ടൻ്റെ ബോക്സ് വീണതാ. ഇതാ വൈറ്റമിൻ C റേഞ്ചിലുള്ളതാണ്. ഇനി ഇതിൻ്റെ ഇൻഗ്രീഡിയൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൽ വൈറ്റമിൻ സിയും ഹണി നമ്മൾ സാധാരണ മുറിവ് ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ചെറിയ പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ വെറുതെ നിങ്ങൾ ഹണി അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾ ഇരിക്കുകയാണെങ്കിലും കുറേ നാൾ, 1 ആഴ്ച 2 ആഴ്ചത്തെ കാര്യമല്ല, 1 മാസമൊക്കെ നമ്മൾ വെറുതെ ഹണി അപ്ലൈ ചെയ്ത ആ പാടുകൾ ഒക്കെ ഫേഡ് ഔട്ട് ആയി പോകട്ടോ. അപ്പോൾ ഈ ഹണി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പകൽ സമയത്ത് വീട്ടിലിരിക്കുമ്പോഴേ പറ്റുള്ളൂ. രാത്രി കിടക്കുന്ന സമയത്തൊന്നും ഹണി യൂസ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ പകൽ ജോലിക്ക് പോകുന്ന ആൾക്കാർ പിന്നെ രാത്രി എങ്ങനെ അപ്ലൈ ചെയ്യും? അതിനുള്ള സൊല്യൂഷനാണ് ഈ ഒരു സോപ്പ് എന്ന് പറയുന്നത്. കാരണം ഇതിൽ ഹണി ഉണ്ട്. ഇത് കൂടാണ്ട് വൈറ്റമിൻ സിയും ഉണ്ട്. വൈറ്റമിൻ സി നമ്മുടെ ബോഡിക്ക് അത്യാവശ്യമുള്ള സംഭവമാണ്. കൊളാജൻ പ്രൊഡ്യൂസ് ചെയ്യാനും അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ, സ്കിൻ തന്നെ ഫെയർ ആവാനായിട്ട് യൂസ് ചെയ്യാൻ ഒരു സംഭവമാണ് നമുക്ക് വൈറ്റമിൻ സി. ഇപ്പോൾ ഒരുപാട് മാർക്കറ്റിൽ വൈറ്റമിൻ സിൻ്റെ ടാബ്ലറ്റ്സ്, ക്രീംസ്, അങ്ങനെ ക്രീംസ് ഇവർക്ക് തന്നെ ക്രീംസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഡെയിലി ഗ്ലോ വൈറ്റമിൻ സി ക്രീംസ് തന്നെ വരുന്നുണ്ട്, ഫേസ് വാഷ് വരുന്നുണ്ട്, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ. അതൊക്കെ ഇവരുടെ എന്ന് പറയുമ്പോൾ നാച്ചുറലാണ് കേട്ടോ. മാമാ എർത്ത് കാരണം ഞാൻ സ്ഥിരം യൂസ് ചെയ്യണതുകൊണ്ടാണ് പറയുന്നത്. ഇനി ഇതിലെന്ന് പറയുമ്പോൾ സെയിം പാക്കിംഗ് തന്നെ, മെയ്ഡ് സേഫ്, ഡെർമറ്റോളജിക്കൽ ടെസ്റ്റഡ്, അതുപോലെ തന്നെ നോൺ ഡ്രൈ.
എന്നുവെച്ചാൽ ഡ്രൈ സ്കിന്നുകാർക്കൊക്കെ ആണെങ്കിൽ ഇത് ബെസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇപ്പം ഇതായാലും ഉപ്ടൻ ആയാലും ഡ്രൈ സ്കിൻകാർക്കാണെങ്കിൽ ഇവർക്ക് രണ്ടുപേർക്കും ഓയിലി സ്കിൻ ആണെങ്കിൽ മുൾത്താനി മിട്ടി മേടിച്ചാൽ മതി. ഇത് മേടിച്ചിട്ട് ഒരു കാര്യമില്ല, കാരണം ഇത് കൂടുതൽ ഓയിലി സ്കിൻകാർക്ക് ഈ ഉപ്ടൻ യൂസ് ചെയ്യാം കേട്ടോ. പക്ഷേ അത് കൂടുതൽ ഓയിലി സ്കിൻ ആണെങ്കിൽ അത് ഭയങ്കര ഡ്രൈ ആക്കുന്ന ഒരു സംഭവമാണ് കുറച്ച് നേരത്തേക്ക്. അത് കഴിഞ്ഞാൽ പിന്നെ ഉപ്ടൻ്റെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് ആ ഒരു സ്കിൻ്റെ ലെവൽ ബാലൻസ് ചെയ്ത് പോവാറുണ്ട് കേട്ടോ. ഇനി ഇതിലത്തെ മെയിൻ ഇൻഗ്രീഡിയൻസ് ഇതാണ്, വൈറ്റമിൻ സി ആണ്. സെയിം ഇത് ഫോർ സ്കിൻ ലുമിനേഷൻ. അത് കൂടാണ്ട് സെയിം ഇത് തന്നെ, പാക്കിംഗ് ഒക്കെ സെയിം തന്നെ. ഒരു 125 ഗ്രാമും അതുപോലെ തന്നെ ബാക്കിലത്തെ ഇൻഗ്രീഡിയൻസ് വേണമെങ്കിൽ നോക്കിക്കോളൂ. ഇൻഗ്രീഡിയൻസ് അതുപോലെ തന്നെ ഇതിൻ്റെയും റേറ്റ് വരുന്നത് 396 റുപ്പീസ്. നേരത്തെ നമ്മുടെ ആ ബോക്സ് അവിടെ വീണു, അതൊന്ന് എടുത്തോട്ടെ. സെയിം റേഞ്ച് തന്നെയാണ് കേട്ടോ, 396 തന്നെയാണ് രണ്ടിൻ്റെയും റേഞ്ച് വരുന്നത്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ റേഞ്ച് ഒന്നും തന്നെ കൊടുക്കണ്ട. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഡിസ്കൗണ്ടിൻ്റെ 20% ഡിസ്കൗണ്ട് ഉണ്ട്. അപ്പോൾ ആ ഒരു ഡിസ്കൗണ്ടിൽ നമുക്ക് ഇങ്ങനൊരു പാക്ക് മേടിക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാത്തിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിലത്തെ പാക്കിങ് നോക്കണ്ട, ഇങ്ങനെ വരുന്നത് വാല്യൂ പാക്ക് ഓഫ് 4. ഇത് ഇനി ഇതിലിപ്പോൾ ഒരെണ്ണം ഇല്ല കേട്ടോ, ഒരെണ്ണം ഞാൻ യൂസ് ചെയ്തു. അത് രണ്ടും യൂസ് ചെയ്തിട്ട് അതിൻ്റെ വ്യത്യാസം കാണിക്കേണ്ടത്. ഇതിൻ്റെ സ്മെല്ലെന്ന് ചോദിച്ചാൽ എനിക്കങ്ങനെ ഇതിൻ്റെ സ്മെല്ല് അത്ര അങ്ങോട്ട് എനിക്ക് സ്മെല്ല് അത്ര കാര്യമായിട്ട് വരുന്നില്ല. പക്ഷെ ഉപ്ടൻ്റെ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ആ ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യില്ലേ, നമ്മൾ കുളിച്ച് വരുമ്പോൾ ഒരു ഫ്രഷ്നെസ് ഫീൽ, ആ ഒരു ഫ്രഷ്നെസ്സിൻ്റെ ഒരു സ്മെല്ലും പിന്നെ ആ ഒരു മഞ്ഞളുടെ ചെറിയൊരു സ്മെല്ലും, അങ്ങനെ ചെറുതായിട്ട് പറയുമ്പോൾ അത്ര വലിയ കുത്തണ സ്മെല്ലൊന്നും അല്ല കേട്ടോ. പക്ഷേ ഈ ഒരു വൈറ്റമിൻ സിയിൽ എനിക്കിത് കാണുമ്പോൾ ബേബി സോപ്പായിട്ടാണ് തോന്നണത്. കുട്ടികൾക്കൊക്കെ പണ്ടത്തെ സോപ്പൊക്കെ കണ്ടിട്ടില്ലേ, അല്ല ഇപ്പോഴും അങ്ങനത്തെ സോപ്പൊക്കെ ഉണ്ട് വൈറ്റ് കളറിന്, അതുപോലെയൊക്കെ ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഇതും സെയിം യൂസ് തന്നെയാണ് കേട്ടോ. നമുക്ക് സ്കിൻ മോയ്സ്ചറൈസർ ചെയ്ത് വെക്കാനുള്ളതാണ്. അതും അപ്ലൈ ചെയ്യുമ്പോൾ സെയിം ആ ഒരു ലെയർ, ചെറുതായിട്ടൊരു ലെയർ വെച്ചിട്ട് അങ്ങനെ ഫോമിങ് ആവാണ്ട് തന്നെ നമുക്ക് ക്രീമി ഫോമിലായിട്ടാണ് നമുക്ക് ആ ഒരു സോപ്പ് യൂസ് ചെയ്യാനായിട്ട് പറ്റണത്. ഇത് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള റിസൾട്ട് എന്ന് പറയുമ്പോൾ ജസ്റ്റ് വാവ്, ഇത്രയ്ക്കേ പറയാനുള്ളൂ. അത്രയും അടിപൊളി സംഭവമാണ് കേട്ടോ. അപ്പോൾ ഇത് മെയിൻ സംഭവം എന്ന് പറയുന്നത്, ഇനി ഇത് രണ്ടിലും നിങ്ങൾക്ക് ഏതാണ് ചൂസ് ചെയ്യണതിന് ഒരു കൺഫ്യൂഷൻ വന്നിട്ടില്ലേ, ഏതാണ് നല്ലത്. അപ്പോൾ ഇനി ഇത് രണ്ടും നോർമൽ സ്കിന്നുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഗ്ലോ, അതുപോലെ തന്നെ സ്കിൻ ക്ലിയർ ആയിട്ട് അങ്ങനെ ഒരു ഫീല് നിങ്ങൾക്ക് വേണമെന്ന് വെച്ചാൽ ഡെഫിനറ്റ്ലി എനിക്ക് ഇത് രണ്ടിലും ഇഷ്ടപ്പെട്ട സംഭവം എന്ന് പറയാനായിട്ട് ഇത് ഉപ്ടൻട്ടോ. എനിക്ക് ഏറ്റവും എന്നുവെച്ചാൽ ഇതെന്ന് പറയുമ്പോൾ നമുക്ക് തന്നെ ഒരു ഫീലിംഗ് അപ്പം തന്നെ റിസൾട്ടാണ്. നമുക്ക് ആ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ആ ഒരു ഫേസിൽ വരുന്ന ഒരു ഡിഫറൻസും ആ ഒരു ഫ്രഷ്നെസ്സും, നമുക്ക് ഒരു വർക്കിനൊക്കെ പോകുമ്പോൾ നമ്മൾ രാവിലെ കുളിച്ചൊരുങ്ങിയാൽ പോകുമ്പോൾ ആ ഒരു എനർജി, ആ ഒരു ഫ്രഷ്നെസ്, അങ്ങനെ ഫീലിംഗ് ഒക്കെ എനിക്ക് തോന്നാറുണ്ട് ഈ ഒരു ഉപ്ടൻ്റെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ. അത് കൂടാണ്ട് നമുക്ക് രാത്രി കിടക്കുമ്പോഴായാലും നല്ലൊരു സ്മെല്ലോട് കൂടിയിട്ട് കിടക്കണം എന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു ലോഷനാണ് യൂസ് ചെയ്യാറ്. പകലൊന്നും ഇത് അപ്ലൈ ചെയ്തിട്ട് ഓടാൻ നേരമില്ല. അപ്പോൾ പകൽ കുളിക്കുമ്പോൾ ഇപ്പോൾ സോപ്പിൽ കുളിക്കും, അത് കഴിഞ്ഞിട്ട് പിന്നെ രാത്രി കുളി കഴിഞ്ഞിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ലോഷനാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഫേസ് വാഷും ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഞാൻ ഇവിടെ എവിടെയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആ ഫേസ് വാഷ് കാണാനില്ല. ഭയങ്കര ഇങ്ങനെ ഞെക്കി ഒരു പരിവായിട്ടോ. അതിന് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പ്രോഡക്റ്റാണ്. മാസ്കിനെ കുറിച്ചിട്ട് ഞാൻ പറയില്ല, പക്ഷേ ഫേസ് വാഷും അതുപോലെ തന്നെ സോപ്പും ഡെഫിനറ്റ്ലി ഇത് മേടിച്ചു. അപ്പോൾ ഫുൾ ബോഡിക്ക് മോയ്സ്ചറൈസർ കിട്ടും. അപ്പോൾ ഇതുപോലെ നല്ല പ്രോഡക്റ്റ്സ് ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ ഇനി അടുത്ത ഫേസ് വാഷ് എന്തെങ്കിലും ഇനി പുതിയതായിട്ട് ലോഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്, അത് അടുത്ത വീഡിയോയിൽ. അപ്പോൾ ഇപ്പോഴത്തേക്ക് ബൈ.